ചെറിയ ബർണർ കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം ഹെവി ടൈപ്പ് ബർണറാണ്. നമ്മളിവിടെ 10 വർഷമൊക്കെ വാറണ്ടി കൊടുക്കുന്ന ബർണറാണ് ഈ ബർണർ. ഇതിന് ഫോൾട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഈ ബർണർ ഡാമേജ് ആവുന്നത് എങ്ങനെയാണെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല. ബർണർ ഡാമേജ് ആവുന്നത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്ലെയിം എക്സാക്റ്റ് ആയിട്ട് പാത്രത്തിൽ കിട്ടത്തില്ല, പാത്രത്തിൽ പെട്ടെന്ന് ഹീറ്റ് ആവത്തില്ല, എന്നാൽ ഗ്യാസ് ചിലവ് കൂടുകയും ചെയ്യും. പക്ഷേ ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഹോബുകൾക്ക് ഗ്യാസ് ചിലവ് കൂടുതലാണ് എങ്കിൽ പോലും ഇതിനെ സംബന്ധിച്ച് നമുക്ക് അത്രയും കൂടുതൽ വരത്തില്ല. ഇപ്പോൾ ഇത് കണ്ടു, ഇതിപ്പോൾ ഞാൻ ഗ്ലാസ് ലെവലിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഗ്ലാസ് ലെവലിൽ നിന്ന് ആ പാൻ സപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പാൻ സപ്പോർട്ടിൻ്റെ മേളിൽ നിന്ന് താഴെ വരെ, അതായത് ബർണർ ടോപ്പ് വരെ എന്നാ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. വളരെ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഹീറ്റ് പാത്രത്തിലേക്ക് കിട്ടുകയും ചെയ്യും. അത് കാരണം ഗ്ലാസ് പൊട്ടാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നല്ല ഹീറ്റായിരിക്കുമ്പോൾ തണുത്ത വെള്ളം കൊണ്ട് തുടയ്ക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളം കൊണ്ട് വാഷ് ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹീറ്റ് സ്പ്രെഡ് ചെയ്യുന്ന ഏരിയ, ആ ഏരിയ എന്ന് പറയുന്നത് ഈ 60 സെൻറ്റിമീറ്ററിലും ഹീറ്റ് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അന്നേരം പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ലേ? അപ്പോൾ അങ്ങനെ ചിന്തിക്കരുത്. അത് ഭയങ്കര ഫൂളിഷ്നെസ് ആയിട്ടുള്ളൊരു ചിന്തയാണ്. കാരണം നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. പക്ഷേ നെഗറ്റീവിനേക്കാളും കൂടുതൽ ഒരു പോസിറ്റീവാണ്. എനിക്ക് ചില സ്റ്റൗകൾ ഭയങ്കര ഇഷ്ടമാകാറുണ്ട്. അവിടെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 12,000 രൂപയ്ക്ക് ഒരു സ്റ്റീം മിനിയും ഒരു സ്റ്റൗവും വേണം എന്ന് പറഞ്ഞ് വന്ന അവർക്കും സാധനം കിട്ടും. ആ ഒരു സെറ്റപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് മോഡേൺ കിച്ചണിൽ വെക്കുന്ന ഒരു അടിപൊളി സ്റ്റവ് ഉണ്ടല്ലോ. അടിപൊളി സ്റ്റവ് എന്ന് പറഞ്ഞാൽ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കുന്ന ഹോബ്, ഒരു അടിപൊളി സാധനം. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറൊരു വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നല്ലൊരു സ്റ്റവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഹൈപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനിടയ്ക്ക് പിന്നെ വീഡിയോ ഇടാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസമെങ്കിലും ആയി കാണും വീഡിയോസ് ഒക്കെ പ്രോപ്പറായിട്ട് ഇട്ടിട്ട്. കാരണം എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പുതിയ ഷോപ്പ് നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 12,000 രൂപയ്ക്ക് ഒരു സ്റ്റീം മിനിയും ഒരു സ്റ്റൗവും വേണം എന്ന് പറഞ്ഞ് വന്ന അവർക്കും സാധനം കിട്ടും. ആ ഒരു സെറ്റപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഇത് ഒരു അൾട്രാ പ്രീമിയം സെഗ്മെന്റ് ആവും, അതൊരു നോർമൽ സെഗ്മെന്റും ആവും. അതായത് സാധാരണക്കാരന് വരെയും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും കാണും. അത് ചുമ്മാ വഴിസൈഡിൽ വിൽക്കുന്ന സാധനം പോലെ ഒന്നും ആയിരിക്കത്തില്ല. അതായത് ഞാൻ വഴിസൈഡിൽ വിൽക്കുന്നതെന്ന് ഉദ്ദേശിച്ചത് ആരും പുച്ഛിച്ച് പറഞ്ഞതല്ല. അതായത് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ വിറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. കൊടുക്കുന്ന പൈസ ആ പോണ വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും പണി കിട്ടും. അങ്ങനത്തെ കച്ചവടം അല്ല നമുക്ക്. അതായത് നിങ്ങൾ ആ സാധനം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അതിന് അഷ്യൂർഡ് ആയിട്ടുള്ള ഒരു വാറണ്ടി ഉണ്ടാവും. കമ്പനി തരുന്നതിൽ ഒരു ഇരട്ടി ഇയേഴ്സ് വാറണ്ടി ഉണ്ടാവും. അതൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ. അവിടുത്തെ മാത്രമല്ല, ഇവിടെ അങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇവിടെ സാധാരണക്കാരൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞുകൊണ്ട് ഒരു 50,000 രൂപയ്ക്ക് മേളിലൊക്കെയാണ് ഇവിടെ കൂടുതലും നടക്കുന്നത്. അപ്പുറത്തെന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഒരു സെഗ്മെന്റ്, അതായത് ഒരു 12,000 രൂപയായിട്ട് ഒരു ചിമ്മിനി സ്റ്റൗവും വേണമെന്ന് പറഞ്ഞു വന്നാൽ നമുക്ക് ഒരു ചിമ്മിനിയും ഒരു നല്ലൊരു സ്റ്റൗവും അവർക്ക് കൊടുക്കാൻ പറ്റണം. അതാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീഡിയോയിൽ പറയണ്ടെന്ന് വിചാരിച്ചാണ്, എന്നാലും എൻ്റെ ഒപ്പത്ത് മനസ്സിൽ നിന്ന് അത് ചാടി വരുന്ന കേസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശരിക്കും അന്നേരം വീഡിയോ ഇട്ടിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അന്നേരം ആയിരുന്നെങ്കിൽ എൻ്റെ വായിൽ നിന്ന് ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ വന്നു പോയേനെ. പക്ഷെ ഇപ്പൊ ഞാനത് പറയാത്തതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, മനുഷ്യനല്ലേ, എല്ലാവർക്കും തെറ്റുപറ്റാം. പക്ഷെ ഇനി അത് പറ്റാതിരിക്കാൻ നോക്കുക. അതിന് കാരണം എന്നാന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നോട് എല്ലാവരോടും വിളിച്ച് എന്നോട് ചോദിക്കാറുണ്ട്. കാരണം വീഡിയോസ് ഇടുന്നില്ലെങ്കിലും മെസ്സേജിന് ഒരു കുറവുമില്ല. എല്ലാവരും വിളിച്ച് ചോദിക്കാറുണ്ട്. അവരെല്ലാം പറയുന്നുണ്ട് ഇങ്ങനെ ഏറ്റവും നല്ല സ്റ്റവ് ഏതാ ചേട്ടാ, ഈ ബ്രാൻഡ് കൊള്ളാവോ, അല്ലെങ്കിൽ അവരൊരു മോഡൽ അയച്ചിട്ട് അത് കൊള്ളാവോ ഇത് കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് പറയും, ജെന്യൂൻ ആയിട്ടുള്ള ആൻസറും പറയും, ചേച്ചി അതെടുത്ത പ്രശ്നമല്ല, ചേട്ടാ അതെടുത്ത പ്രശ്നമാണ്. ഈ കഴിഞ്ഞ റീസെന്റ് ആയിട്ട് ഒരാള് എന്നെ വിളിച്ചിട്ട് ഒരു ബ്രാൻഡിന്റെ സ്റ്റവ് അയച്ചു തന്നിട്ട് പറഞ്ഞു അത് കൊള്ളാവോ എന്ന് ചോദിച്ചു. അപ്പൊ അതിനു മുമ്പ് അവർ കുറെ കഥകളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ സെന്റിമെന്റലി ഞാൻ പറഞ്ഞു. അതുകൂടെ കേട്ടപ്പം അവര് വെറുതെ പോയി പെടണ്ട എന്ന് വിചാരിച്ച് ഞാനൊരു കാര്യം പറഞ്ഞു. ആ സാധനത്തിന് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അവർ മാന്യമായിട്ട് അത് വേറെ ആർക്കും അയച്ചു കൊടുത്തു. അവരത് അങ്ങനെ അയച്ചു കൊടുത്ത് ആ സാധനം ആ കമ്പനിയിലേക്ക് എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരുടെ അവിടെ നിന്ന് വിളിയും ചോദ്യങ്ങളും ഒക്കെ വന്നു. നിങ്ങൾ എന്താ കാണിക്കുന്നത്, മറ്റുള്ള കടക്കാർക്ക് അത് പ്രശ്നമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള കടക്കാർക്ക് വിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞങ്ങളെ അത് ബാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി.
അത് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ അന്ന പണിയാണ് കാണിച്ചത്, നിങ്ങളെ വിശ്വസിച്ചിട്ടല്ല ഞാനിത് അയച്ചു തന്നതൊക്കെ ചോദിച്ചു. പ്രശ്നങ്ങളൊക്കെ ആയി, കുറച്ച് രൂക്ഷമായി പ്രശ്നങ്ങൾ. പക്ഷെ എനിക്ക് രൂക്ഷമായെന്ന് പറഞ്ഞാൽ ഞാൻ എന്നിട്ടും അവരെ സേഫ് ആക്കി വെച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. കാരണം നമുക്ക് ഒരു മാനേഴ്സ് ഉണ്ടല്ലോ, അവർക്കതില്ലെങ്കിലും നമുക്കതുണ്ടല്ലോ. അപ്പൊ നമ്മളത് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഏത് ബ്രാൻഡായെന്ന് പറഞ്ഞാലും മോശമാണെന്ന് തന്നെ പറയും. ഞാൻ എല്ലാവരും പോലെ കാശ് വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടിട്ടല്ലല്ലോ ഇത് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മോശമാണെന്ന് തന്നെ പറയാം. അത് ഏത് ബ്രാൻഡായാലും നമ്മൾ പറയും. കാരണം ഞാനൊരു ടെക്നീഷ്യനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ ഇവിടെ കൊടുക്കുന്ന സെയിലിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയൊന്നുമില്ല. ഇപ്പൊ നാളെ അതില്ലെങ്കിൽ വേറെ ഒരെണ്ണം, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ പേടിച്ചിട്ടൊന്നുമല്ല. പക്ഷെ ഞാൻ അവരോട് കാര്യം പറഞ്ഞു, ഇന്ന പോലെയാണെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ അവരൊരു സ്ത്രീ ആയതുകൊണ്ട് നമുക്കൊരു പരിധിയിൽ കൂടുതൽ നമുക്ക് അവരോടൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ എൻ്റെ ഒരു അമർഷം ചെറുതായിട്ട് അവരെ അറിയിച്ചു. ഇനിയെങ്കിലും നിങ്ങൾ ഇതുപോലുള്ള ചീപ്പ് പരിപാടികൾ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളെ വിശ്വസിച്ചാണല്ലോ നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിക്കുന്നത്. അത് കൊള്ളത്തില്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് വേറൊരാൾക്ക് അയച്ചു കൊടുത്ത് അവിടെ കാശുണ്ടാക്കാൻ ഉള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ വലുതാവാൻ നോക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടി, അത് തേർഡ് റേറ്റ് പരിപാടിയാണ്. അത് ചെയ്യാതിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും. എനിക്ക് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. പിന്നെ ഇതൊന്നും എന്നെ വലുതായിട്ട് എന്റെ കരിയറിനെ ബാധിക്കത്തൊന്നുമില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഒരു ഇൻഡിവിജ്വൽ ഇതിലാണ് ഞാൻ വളർന്നു വരുന്നത്, ഞാൻ നിൽക്കുന്നതും ഒക്കെ. എനിക്കത് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ബ്രാൻഡിന്റെയും സാധനങ്ങൾ നല്ലതാണെന്ന് കണ്ട് പുകഴ്ത്തേണ്ട ആവശ്യമില്ല. നല്ലതാണെന്ന് പറയും, മോശമെന്ന് പറയും. ഇനി നല്ലതും മോശവും മിക്സ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും പറയും. എനിവേ അതങ്ങനെ പോട്ടെ. കാര്യങ്ങൾ മനസ്സിലായല്ലോ. പിന്നെ അല്ല, അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അതിൽ വലിച്ചു നീട്ടുന്നൊന്നുമില്ല. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലാണെന്ന് പറഞ്ഞാൽ അത് കുറെ ആൾക്കാർ വേറെ. പക്ഷെ അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് ആരും ശ്രദ്ധിക്കാറില്ല. അപ്പൊ പറയാം. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സാധനത്തിന്റെ പേരാണ് പ്രോ മാക്സ് FB DMF. ഓക്കെ, അങ്ങനെയല്ലേ? ഒന്നുകൂടെ നോക്കട്ടെ. പ്രോ മാക്സ് FB MFC, സോറി, പ്രോ മാക്സ് FB MFC ആ സീരീസിൽ വരുന്ന സ്റ്റൗ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ സ്റ്റൗവിന് കുറേയേറെ പ്രത്യേകതകളുണ്ട്. അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഇതൊരു മോഡേൺ കിച്ചണിൽ വെക്കുന്ന ഒരു സ്റ്റൗ ആണ്. ഇതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. പക്ഷെ നെഗറ്റീവിനേക്കാളും കൂടുതൽ ഒരു പോസിറ്റീവ് ആണ്. എനിക്ക് ചില സ്റ്റൗകൾ ഭയങ്കര ഇഷ്ടമാകാറുണ്ട്. അതിലൊരു സ്റ്റൗ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഡീറ്റെയിൽഡ് വീഡിയോ. ഓക്കെ. പ്രോ മാക്സ് FB MFC എന്ന് പറയുന്ന സീരീസിൽ വരുന്ന സ്റ്റവ് കുറേയേറെ പ്രത്യേകതകളുണ്ട്, കുറേയേറെ അട്രാക്ഷൻ ആകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരു ചെറിയ മൈനസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് മോഡേൺ കിച്ചണിൽ, അതായത് ഇതുപോലെ നിങ്ങൾ പണിയുന്ന കിച്ചണിലൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റൗ ആണ്. എന്നാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉപയോഗിക്കാനും പറ്റും. എന്നാൽ അത്യാവശ്യം ഡ്യൂറബിലിറ്റി ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വില ഇച്ചിരി ജാസ്തി കൂടുതലാണ് ഗൈസ്. പക്ഷേ വില കൂടുതലാകാൻ പല കാരണങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാവരുടെയും പേടി സ്വപ്നമായ ഗ്ലാസ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതൊരു 8mm കനമുള്ള ഗ്ലാസ്സാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് കേട്ടോ സാധാരണ പോലെയല്ല, പക്ഷേ ഇതിനൊരു ഡയമണ്ട് കട്ട് ഫിനിഷിംഗ് ഉണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു
സംഭവം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സാധാരണ സ്റ്റൗവിനെ പോലെയല്ല. ഇത് കണ്ടോ, ഇവിടെ ഒരു സ്ലോപ്പായിട്ട് കണ്ടോ, ഇതിനെയാണ് ഡയമണ്ട് കട്ട് എന്ന് പറയുന്നത്. ഇത് കാണാൻ ഭയങ്കര സ്റ്റൈലിഷ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡയമണ്ട് കട്ടുള്ള. അതായത് ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞൊരു ഫിനിഷിങ് പോയിരിക്കുന്നുണ്ടോ, ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്. പക്ഷേ ആ ഒരു ചെറിയൊരു ഒരു ഡയമണ്ട് കട്ട് ഡിസൈന് അവർ ഈ സൈഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇത് കണ്ടോ, ഒരു ചെറിയൊരു കട്ടിങ് ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എപ്പോഴും നിങ്ങൾ ഭയങ്കര എന്താ പറയുന്നത്, ഒരു കുറച്ച് എലഗൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ് അല്ലെങ്കിൽ എലഗൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൗവിലേക്ക് പോകുമ്പോൾ ഇതുപോലുള്ള ഫിനിഷിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ചെറുക്കം വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ പോണുണ്ടോ, അപ്പുറത്തെ സ്റ്റുഡിയോയിലെ പയ്യന ഓണറാണ് കേട്ടോ. കണ്ട വലിയ ലുക്കില്ലെന്നുള്ളൂ, ഭയങ്കര സംഭവമാണ്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞങ്ങൾ രണ്ടുമാണ് കേട്ടോ ഇവിടെ ആദ്യമേ വരുന്നത്. ഞാനും അവനുമാണ് ഇവിടെ ആദ്യം വരുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ ആദ്യമേ ഞങ്ങളാണ് വരുന്നത്. പ്രസ്ഥാനം നമ്മുടെ ആയതുകൊണ്ട് നമുക്ക് നേരത്തെ വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഡയമണ്ട് കട്ട് ഫിനിഷ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിസൈനാണ്. അതായത് ഇപ്പോൾ കൂടിയ സ്റ്റൗകളിൽ പോലും സ്റ്റൗ കൂടിയതായിരിക്കും, പക്ഷേ അതിൽ ഡയമണ്ട് കട്ട് അധികം കാണാറില്ല. പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കാഫിൽ മിക്കവാറും മോഡലുകളിലെല്ലാം ഡയമണ്ട് കട്ട് ഉണ്ട്. അത് ഞാൻ ഒരു ഇത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കാഫിൻ്റെ ഒരു സ്റ്റൗ ആണ്. ഇത് കണ്ടോ, ഡയമണ്ട് കട്ട് കണ്ടോ, അത് കാഫിലും ഉണ്ട്. അത് പക്ഷേ കാഫിലും മിക്കവാറും മോഡലുകളുണ്ട്. പക്ഷേ ഇവർ എലിക്കയിൽ എല്ലാ മോഡലിലും വരുന്നില്ല, ഭയങ്കര കൂടിയ മോഡലുകളിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ വില എത്രയാണ്? ഇതിൻ്റെ വില ജസ്റ്റ് 55,000 രൂപയാണ് ഇതിൻ്റെ വില. അപ്പം നിങ്ങൾക്ക് 55,000 രൂപ എന്ന് പറഞ്ഞാൽ അത് നെഗോഷ്യബിൾ ആണ്. ഞാനൊരു MRP റേറ്റ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. 55,000 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ എലിക്കയെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ, അതിന് മുമ്പ് ഒരു കാര്യം പറയാം, ഞാൻ എലിക്കയുടെ പ്രൊമോട്ടർ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എലിക്ക പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ലേ. ഞാൻ അങ്ങനത്തെ പ്രൊമോട്ടർ ഒന്നും അല്ല. ഞാൻ ഒരു ബ്രാൻഡിന്റെയും പ്രൊമോട്ടർ അല്ല. നല്ലതെന്ന് തോന്നിയാൽ ഞാൻ എല്ലാ ബ്രാൻഡിലും ഇടാറുണ്ടല്ലോ. ഫേബർ ഇടാറുണ്ട്, ഗ്ലെൻ ഇട്ടിട്ടുണ്ട്, കാഫ് ഇട്ടിട്ടുണ്ട്, പ്യുർ ഫ്ലെയിംസ് ഇട്ടിട്ടുണ്ട്, സൺബ്ലേസ് ഇട്ടിട്ടുണ്ട്, ഏതൊക്കെ ബ്രാൻഡ് ഇട്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ ബ്രാൻഡുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ബോഷ് ഇട്ടിട്ടുണ്ട്, സിമൻസ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തോന്നിയെങ്കിൽ മാത്രം വീഡിയോ ഇടും. ചറ പറയാന്ന് വീഡിയോ എടുത്തില്ല. ഈ മീൻ പ്രസവിക്കുന്ന പോലെ അങ്ങനെയൊന്നും വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് ഇതിനെ എന്താ പറയുന്നത്, ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു മീഡിയ ആയിട്ട് കാണുന്നവരാണ് ചുമ്മാ ഇങ്ങനെ വളവളയെന്ന് കിട്ടുന്നതെല്ലാം നല്ലതാന്ന് പറയുക, അവസാനം പണി കിട്ടി വീട്ടിൽ ഇരിക്കുന്നത്. നമ്മൾ അതുപോലെ ചെയ്യും. നമ്മൾ വീട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇത് ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ് റൺ ചെയ്യണം, അതിൻ്റെ കൂടെ നല്ല നല്ല കാര്യങ്ങൾ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം കൊണ്ട് നമ്മൾ BMW കാർ വാങ്ങിക്കുക, അതൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അതുകൊണ്ട് പറയുന്നത് മൊത്തം കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിചാരിക്കില്ല. 55,000 രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ എമൗണ്ട് ആണ് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആളെ സംബന്ധിച്ച്. എന്നെ സംബന്ധിച്ച് ഞാൻ കോടീശ്വരനായോണ്ടൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ വിൽക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ഇതുപോലെ വില കൂടിയതായതുകൊണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് വില കുറവാണ്. 55,000 രൂപ എന്ന് പറയുന്നത് വില കുറവാണ്. പക്ഷെ ഇത് MRP ആണ്. 55,000 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു നെഗോസിയേഷൻ കിട്ടും. പിന്നെ മറ്റുള്ള ഈ കൂറ ബ്രാൻഡുകൾ പോലെ എല്ലാ ബ്രാൻഡുകളെയും പോലെ നിങ്ങൾ വില ചില ബ്രാൻഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വിലയും 50,000 രൂപയ്ക്ക് കൊടുക്കുകയും ചെയ്യും. അമ്മാതിരി പരിപാടിയൊന്നും എന്തായാലും എലീഗൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇനി നാളെ അവർ ചെയ്യാൻ മേലാഴിയൊന്നുമില്ല, അതെനിക്കറിയത്തില്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് നേരെ പിന്നെ തിരിച്ചു വരാം. അപ്പം ഗ്ലാസ് എന്ന് പറയുന്ന സാധനമാണ്. പിന്നെ എല്ലാവരും ഗ്ലാസ് പൊട്ടുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് ഇറങ്ങുന്നതിൽ 95% ഇത് കണ്ടോ, അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, പിന്നെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നോക്കൂ, കണ്ടോ, ഇതെല്ലാം ഗ്ലാസ്സാണ്. ഏറ്റവും കൂടുതൽ ഗ്ലാസ് സ്റ്റൗകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് കണ്ടോ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല. ഇത് കണ്ടോ, ഇതെല്ലാം ഗ്ലാസ്സാണ്. ഇവിടെ എല്ലാം വലിച്ചു പൊളിച്ചിട്ടിരിക്കുക. ഇവിടെ നമ്മൾ പൊളിച്ചുപണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്നേരം നിങ്ങൾ വിചാരിക്കും ഇവൻ എപ്പോഴും ഇത് തന്നെ ഉള്ളതെന്ന് വിചാരിക്കും. സ്റ്റീലിൻ്റെ സ്റ്റൗ കാണിച്ചു തരാം. പാവപ്പെട്ടവൻ, വില കൂടിയവനാണ്. പക്ഷേ ഇവനെ സൈഡിലെടുക്ക് ഒതുക്കി വെച്ചിരിക്കുക കേട്ടോ, കംപ്ലൈൻറ്റ് വരാതിരിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ മേളിൽ ആരെങ്കിലും കുതിര കയറും. ഡിസ്പ്ലേ പീസ് അത് ഇത് കേട്ടോ. പിന്നെ ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന് വില കൂടുതലാണ്. പക്ഷേ എപ്പോഴും കൂടുതൽ ഗ്ലാസ്സാണ് വരുന്നത്. ഇവിടെ നമ്മളൊരു ഏരിയ മാറ്റി, ഇവിടെയൊക്കെ ഡിസ്പ്ലേ ആയിരുന്നു. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം. അതെല്ലാം ഇന്നലെ മിനിഞ്ഞാന്ന് നോക്കിയായിട്ട് എല്ലാം പൊളിച്ചു മാറ്റിയത് വേറൊന്നിനുമല്ല. നമ്മളിവിടെ ഒരു ഓഫീസ് സെറ്റപ്പ് ഇവിടെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മാറ്റുന്നത്. കാരണം നമ്മുടെ എക്സ്റ്റൻഷൻ വാറണ്ടി ചെയ്യുന്ന കമ്പനി രജിസ്റ്റർ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് നോട്ടം ചെല്ലും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതുപോലുള്ള ചെറിയ ഐറ്റംസ്, അതായത് ഇങ്ങനെയുള്ള കുഞ്ഞു ഐറ്റംസ് എല്ലാം നമ്മൾ പുതിയ ഷോപ്പിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾക്ക് നല്ല ചീപ്പ് റേറ്റിന് നിങ്ങൾക്ക് അവിടെ കിട്ടും.
അപ്പം അതൊക്കെ വേണ്ടവർ അവിടെ വരിക. പിന്നെ ഇതുപോലുള്ള ചെറിയ ചിമ്മിനികൾ ഇതെല്ലാം അവിടെ ആയിരിക്കും. ഇവിടെ ഇനി അൾട്രാ പ്രീമിയം സെഗ്മെൻറ്റ് മാത്രമേ ഇവിടെ കാണുകയുള്ളൂ. അതായത് നല്ല വിലയുള്ള സാധനങ്ങളായിരിക്കും ഇവിടെ വരുന്നത്. വില കുറവുള്ള സാധനങ്ങളെല്ലാം അപ്പുറത്തെ ഷോപ്പിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ഗ്ലാസ് ഉള്ള സ്റ്റൗകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എവിടെ ചെന്നാലും കാണാൻ പറ്റുക. അപ്പം ഇനി അങ്ങോട്ടുള്ള ജനറേഷനും ഗ്ലാസ് ഉള്ള സ്റ്റൗകൾ തന്നെ ആയിരിക്കും. പക്ഷേ എന്നും പണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇല്ല എന്നല്ല പറയുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഭയങ്കര വിലയുള്ള സെഗ്മെൻറ്റിലേക്ക് പോകും. അപ്പം ഞാൻ പറഞ്ഞത് ഗ്ലാസ് പൊട്ടുന്നു എന്ന് പറയുന്ന പേടിയും നിങ്ങൾക്ക് വേണ്ട. കാരണം ഗ്ലാസ് പൊട്ടാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നല്ല ഹീറ്റായിരിക്കുമ്പോൾ തണുത്ത വെള്ളം കൊണ്ട് തുടയ്ക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളം കൊണ്ട് വാഷ് ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിളച്ച് ചാടുവാണെങ്കിൽ നിങ്ങളൊരു ഡ്രൈ ആയിട്ടുള്ള തുണി എടുത്ത് തുടച്ച് മാറ്റിക്കുക. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നിങ്ങൾ നല്ലതായിട്ട് ഇതുപോലെ കൂളാകുന്ന സമയത്ത് നിങ്ങൾ ക്ലീൻ ചെയ്തു, അത് കുഴപ്പമില്ല. അല്ലാതെ നിങ്ങൾ നല്ല ഹീറ്റായിട്ടിരിക്കുന്ന സമയത്ത്, നല്ല ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഭയങ്കര ഹീറ്റൊന്നുമല്ല. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ചേച്ചി ചോദിച്ചത് എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് 3 ബർണറുള്ള സ്റ്റൗ വേണം, പക്ഷേ അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വേണം, കാരണം എനിക്ക് നല്ല വീട്ടിൽ നല്ല ഉപയോഗമുണ്ട്. ആ ഉപയോഗം ഉള്ളത് കൊണ്ട് ഇത് ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുകയല്ലേ, 3 കൂടെ ഒരുമിച്ച് കത്തുമ്പോൾ ഹീറ്റ് ആകുമ്പോൾ ഗ്ലാസ് പൊട്ടുകയല്ലേന്ന്. അതുകൊണ്ട് ഇങ്ങനത്തെ മണ്ടത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത്. കാരണം എന്നാന്ന് പറഞ്ഞാൽ ചോദിക്കരുതെന്നല്ല കേട്ടോ, സോറി ചേച്ചിയോട് പ്രത്യേകിച്ച് സോറി, ചോദിക്കരുതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് അറിയത്തില്ല അതുകൊണ്ടാണ്. പക്ഷേ അത് വേറെ ഏതോ മണ്ടന്മാർ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ വിശ്വസിക്കുന്നത്. ഈ മണ്ടത്തരം തന്നെ വിളമ്പാനായിട്ട് യൂട്യൂബുമായിട്ട് ഇറങ്ങുന്നവരുണ്ട്, അവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ കാരണം എന്നാന്ന് പറഞ്ഞാൽ ഈ 3 അടുപ്പും ഒരുമിച്ച് കത്തി നിൽക്കുമ്പം ഗ്ലാസ് ഹീറ്റായി പൊട്ടാനാണെങ്കിൽ ഇത് ഡിസൈൻ ചെയ്തവനോ അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രാൻഡുകാർ ഏത് ബ്രാൻഡുകാരോ ആയിക്കോട്ടെ, അവർ എന്നാത്തിനാണ് ഈ സ്റ്റൗ അപ്പോൾ ഇറക്കുന്നത്? ഈ 4 ബർണർ കൊടുത്തിരിക്കുന്ന സ്റ്റൗ, ഇത്ര 60 സെൻറ്റിമീറ്ററിൽ 4 ബർണർ എന്ന് പറയുമ്പോൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹീറ്റ് എന്താ പറയുന്നത്, അതിനെന്നാ പറയുക, ഹീറ്റ് സ്പ്രെഡ് ചെയ്യുന്ന ഏരിയ, ആ ഏരിയ എന്ന് പറയുന്നത് ഈ 60 സെൻറ്റിമീറ്ററിലും ഹീറ്റ് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അന്നേരം പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ലേ? അപ്പോൾ അങ്ങനെ ചിന്തിക്കരുത്. അത് ഭയങ്കര ഫൂളിഷ്നെസ് ആയിട്ടുള്ളൊരു ചിന്തയാണ്. കാരണം എന്നാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ഗ്ലാസ് പൊട്ടത്തില്ല. ഇത് ഓരോ സാധനം ഡിസൈൻ ചെയ്യുമ്പോഴും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഒരു സാധനം കമ്പനി ഉണ്ടാക്കുന്നത്, അല്ല ചുമ്മാ ഉണ്ടാക്കി വിടത്തൊന്നുമില്ല. അത് ഈ ചില നമ്മൾ കോയമ്പത്തൂർ ബ്രാൻഡ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനത്തിലൊക്കെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പേടിച്ചാൽ മതി. അല്ല ബ്രാൻഡിലുകളിലൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ പേടിക്കണ്ട. പിന്നെ അടുത്തായി കാണാനുള്ള എനിക്കിതിൻ്റെ ഈ സാധനം പാൻ സപ്പോർട്ട്, അടിപൊളി പാൻ സപ്പോർട്ടാണ്. എനിക്കിത് നമ്മൾ തിരുവനന്തപുരത്തു നിന്നൊരു ഫേബറിൻ്റെ സാധനം വാങ്ങിച്ച കസ്റ്റമർ ഈ ഇടയ്ക്ക് കോള് വരുന്നതാണ് ഈ കുഴപ്പം. ഞാനാണെങ്കിൽ ഇത് എന്തെങ്കിലും മ്യൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അതും പ്രശ്നമാണ്. കാരണം ആൾക്കാർ വിചാരിക്കും അവർ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. അതാണ് ഇപ്പോൾ ഇങ്ങനെ. പിന്നെ തിരുവനന്തപുരത്തു നിന്നൊരു ഫേബറിൻ്റെ ചിമ്മിനി ഹോബ് എടുത്താണ് അവർ, ഭയങ്കര 40,000 രൂപ കൊടുത്തെടുത്ത്. അവർ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നു, ഹസ്ബൻഡും വൈഫുമായിട്ട് ഇവിടെ വന്നിട്ട് അവരുടെ സ്റ്റൗവ് അവർക്ക് റിനോവേറ്റ് ചെയ്ത് കൊടുക്കണം, നോർമൽ ബർണറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് നമ്മൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, സർവീസ് സെൻ്ററിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് അവർ പിന്നെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനോടത്ത് വേറെ എന്തോ കാര്യമൊന്നും പെട്ടെന്ന് ഞാനിത് മറന്നുപോയി. അവരുടെ ചിമ്മിനിക്ക് ശാല ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ചിമ്മിനി മൊത്തത്തിൽ ഡെഡായിപ്പോയി. അപ്പോൾ അത് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ, ഫേബറുകാരെ കുറേ തെറി ഭയങ്കര ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അവർ കുറച്ച് നാളെ ആയുള്ളൂ അത് എടുത്തിട്ട്. അപ്പോൾ കമ്പനി നാൾ വന്ന് കുറേ തവണ നന്നാക്കി എന്നിട്ടൊന്നും ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. അവർ ആ ബ്രാൻഡിനെ പോലും വെറുത്തുപോയി. അവർ വേറെ ബ്രാൻഡ് എടുക്കാൻ പോവുക, വേറെ ബ്രാൻഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങനെ ബ്രാൻഡ് സെലക്ട് ചെയ്ത് കൊടുക്കത്തില്ല. ഇപ്പം എല്ലാ ബ്രാൻഡുകളിലും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുമ്പം നമ്മുടെ ട്രസ്റ്റിന്റെ പുറത്താണ് കാര്യങ്ങൾ ഓടുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നാളെ ഒരു സമയത്ത് കമ്പനിയുടെ ഭാഗത്തെ ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും, മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും നമ്മൾ അവരോട് സംസാരിച്ച് അത് രമ്യത പോവാന്നുള്ളതാണ്. കാരണം നമുക്ക് കസ്റ്റമറെ ആവശ്യമാണ്. ഇപ്പൊ ഒരു വലിയൊരു ബ്രാൻഡിനെ സംബന്ധിച്ച് അവർക്ക് ഈ കസ്റ്റമർ ഇല്ലെങ്കിൽ അടുത്ത കസ്റ്റമർ, അവരൊരു വേറെ രീതിയിലാണ് ഇത് റൺ ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഈ വരുന്ന കുഴപ്പം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതുകൊണ്ടാണ് ഈ ഡിലേ ആകുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര നേരം, ഇപ്പൊ രാവിലെ വന്ന എന്തിനാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീഡിയോ എടുത്ത് ഒന്ന് അപ്ലോഡ് ചെയ്യാന്നൊക്കെ വിചാരിച്ചാൽ രാവിലെ വന്നത്. അതിനിടയ്ക്ക് 1000 കോള് വരും. ചിലപ്പോൾ പ്രാന്ത് പിടിക്കും, കട്ട് ചെയ്ത് വിട്ടാ പിന്നെ വിളിക്കും. ഇപ്പൊ ഈ കോള് കട്ട് ചെയ്ത് വിട്ടാ നമുക്കറിയത്തില്ലല്ലോ ആരാന്ന്, സേവ്ഡ് അല്ലല്ലോ നമ്പറൊന്നും. അന്നേരമാണ് പുള്ളി പറഞ്ഞത് ഇന്ന പോലെ ഞാനാണ് തിരുവനന്തപുരത്ത് നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചത്. എനിവേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു പാൻ സപ്പോർട്ടാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു എലഗൻറ്റ് ഡിസൈനാണ് പാൻ സപ്പോർട്ട്. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ പാൻ സപ്പോർട്ടിനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഒരു നമ്മൾ കാശ് കൊടുക്കുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, നമുക്കൊരു എന്താ പറയുന്നത്, നമുക്ക്
അതായത് നമ്മൾ ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു നല്ലൊരു ഫോൺ വാങ്ങിച്ച് ആ ഫോൺ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്ന ഒരു, അത് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എക്സ്പെഷ്യലി എനിക്ക് ഈ കിച്ചണെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങളൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള സ്റ്റൗവൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലൊരു കുളിർമയൊക്കെ ആയിരിക്കും. കാരണം വേറൊന്നുമല്ല, ഒരു ഭയങ്കര ഒരു എലഗൻറ്റ് ഡിസൈനാണ്, ഭയങ്കര ഒരു കാണാൻ ഭയങ്കര ഷോ ആണ്. പിന്നെ എല്ലാവർക്കും സ്വർണം കെട്ടിച്ച വേണമെന്ന് പറയുന്ന കാരണം ഇത് ഫുൾ ബ്രാസ് ആണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു എലഗൻറ്റ് ഡിസൈനാണ്. പക്ഷേ അതുപോലെ തന്നെ ഇത് ഹൈറ്റ് കുറവാണ്. അതായത് ഭയങ്കര ഓവർ ഹൈറ്റിലല്ല ഈ പാൻ സപ്പോർട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പാത്രം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടോ, ഞാൻ ഇപ്പോൾ കൈ വെച്ച് കഴിയുമ്പോൾ ഈ കൈയുടെ അടിയിലത്തെ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹീറ്റ് പെട്ടെന്ന് നമ്മുടെ പാത്രം അബ്സോർവ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താ പറയുന്നത്, കുക്ക് ചെയ്യാനുള്ള എഫിഷ്യൻസി ഇതിന് കൂടുതലായിരിക്കും. സാധാരണ ഇങ്ങനത്തെ പാൻ സപ്പോർട്ടിൻ്റെ ഈ ഒരു സാധനം ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിട്ടുണ്ട് പല കമ്പനികളിലും. ഓൺലൈനിലൊക്കെ നോക്കുകയാണെങ്കിൽ കാണാം ഇതുപോലത്തെ ഡിസൈനൊക്കെ വരുന്ന, ഇതുപോലൊരു കർവി ആയിരിക്കത്തില്ല, ഒരു ബോക്സി ഡിസൈൻ ആയിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനത്തെ ഡിസൈൻ വരുന്ന പാൻ സപ്പോർട്ടുകളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ ഇത്രയും കനമൊന്നുമില്ല. ഇത് കണ്ടോ, നല്ല വെയിറ്റ് ആയത്. പക്ഷേ ഇത്രയും കനമൊന്നുമില്ല അത്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു ഡിസൈൻ ഇതിനെ കോപ്പി ചെയ്തിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റ്, അതായത് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്ലെയിം എക്സാക്റ്റ് ആയിട്ട് പാത്രത്തിൽ കിട്ടത്തില്ല, പാത്രത്തിൽ പെട്ടെന്ന് ഹീറ്റ് ആവത്തില്ല, എന്നാൽ ഗ്യാസ് ചിലവ് കൂടുകയും ചെയ്യും. പക്ഷേ ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഹോബുകൾക്ക് ഗ്യാസ് ചിലവ് കൂടുതലാണ് എങ്കിൽ പോലും ഇതിനെ സംബന്ധിച്ച് നമുക്ക് അത്രയും കൂടുതൽ വരത്തില്ല. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഗ്ലാസ് ലെവലിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്ലാസ് ലെവലിൽ നിന്ന് ആ പാൻ സപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പാൻ സപ്പോർട്ടിൻ്റെ മേളിൽ നിന്ന് താഴെ വരെ, അതായത് ബർണർ ടോപ്പ് വരെ എന്നാ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കേട്ടോ, വളരെ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഹീറ്റ് പാത്രത്തിലേക്ക് കിട്ടുകയും ചെയ്യും. അത് മൂന്നും അങ്ങനെ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് നോബ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എക്സ്ട്രാ പ്രീമിയം ഡിസൈനാണ്. പിന്നെ ഇത് കണ്ടോ, ഒരു ഗ്രിപ്പിയാണ്. ഈ ഒരു നോബെ നമുക്ക് പിടിക്കുമ്പോൾ ഒരു ഗ്രിപ്പ് ഫീൽ നമുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഗ്രിപ്പ് ഫീൽ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ മേളിൽ ഒരു മിറർ ഫിനിഷ്, ഒരു ബ്ലാക്ക് ഈ സംഭവം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ നോബ് മെറ്റലാണെന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ്. ഇത് കണ്ടോ, ഇത് മെറ്റൽ നോബാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോബ് പൊട്ടിപ്പോകുന്ന ആ ഒരു പ്രശ്നം ഇതിനകത്ത് ഒഴിവാകും. അതായത് നമുക്ക് നോബ് പൊട്ടിപ്പോയിട്ട് നോബ് കിട്ടാനില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒക്കെ ഇതിനകത്ത് ഒഴിവാകും. പക്ഷേ ഈ നോബ് അത്യാവശ്യം നല്ല വിലയുള്ള നോബാണ്, അതും കൂടെ മനസ്സിലാക്കുക. വില ഞാനിപ്പോൾ പറയുന്നില്ല, വെറുതെ തല കറങ്ങി താഴെ പോകണ്ട. വില ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ അങ്ങനെ പെട്ടെന്ന് പോകുന്ന നോബല്ല. കണ്ടോ, ഒരു എലഗൻറ്റ് ഡിസൈനാണ് നോബിന് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് എങ്ങോട്ടാന്ന് പറഞ്ഞാൽ, ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള, അതായത് ഇതിൻ്റെ ഇത് കണ്ടോ, നിങ്ങൾക്ക് സൈഡിൽ നിന്നാണ്, അതായത് ഹോബിൻ്റെ എന്താ പറയുന്ന ഫ്ലെയിം വരുന്നത് സൈഡിൽ നിന്നാണ്. എല്ലാ ഹോബുകൾക്കും ഇത് കണ്ടോ, ഇതിനൊക്കെ സൈഡിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് മേളിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലെയിം, DFS എന്ന് പറയും, മേളിൽ നിന്ന് ഫ്ലെയിം വരുന്ന ഒരു ടെക്നോളജിയും കൂടെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് സൈഡെല്ലാം ക്ലോസ് ചെയ്തിട്ട് മേളിൽ നിന്ന് ഫ്ലെയിം വരും. പക്ഷേ ഈ ബർണറിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ, ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു ഹൈബ്രിഡ് ബർണർ എന്ന് വേണം നമുക്ക് വിളിക്കാൻ പറ്റും. നമുക്കിതെടുത്ത് മാറ്റിയേക്കാം, അന്നേരം കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഇത് കാണാൻ പറ്റും. ഇതിനെ നമുക്കൊരു ഹൈബ്രിഡ് ബർണർ എന്ന് വിളിക്കാം. അതിൻ്റെ കാരണം എന്നാന്ന് പറഞ്ഞാൽ, നിങ്ങളിത് കണ്ടോ, ഇതിൻ്റെ മേളിലും ഹോൾസ് ഉണ്ട്, സൈഡിലും ഹോൾസ് ഉണ്ട്. ഉണ്ടോ, അതായത് നിങ്ങൾക്ക് സൈഡിൽ നിന്ന് മാത്രമല്ല ഇതിൻ്റെ തീ വരുന്നത്, മേളിൽ നിന്നും വരും, പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും വരും. ഉണ്ടോ, അതാണ് ഇതിൻ്റെ ഇതും കൂടെയാണ് കേട്ടോ, MFC കൂടെയാണ്. അതായത് മൾട്ടി ഫ്ലെയിം കൺട്രോളുള്ള ഒരു ഇതും കൂടെയാണ്. അതായത് മൾട്ടി ഫ്ലെയിം കൺട്രോൾ എന്നാന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ നോബ് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇത് തീ കുറയുന്നത്, ആദ്യം ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് തീ കുറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, അതായത് ഈ തിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്റർ മാത്രം കത്തിയിട്ട് സൈഡ് ഫുള്ള് അടഞ്ഞു പോകും. അത് കഴിഞ്ഞ് ഒന്നും കൂടെ ഇത് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുമ്പോഴത്തേക്കിനും ഇതിൻ്റെ സെൻറ്ററിലെ ബർണർ അത് ഇച്ചിരി കൂടെ സ്ലിം ആവും. അതായത് ഏകദേശം ഇത് കണ്ടോ, നിങ്ങൾക്ക് എനിക്കിത് കാണണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇത് ഞാൻ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതായത് ഇത് കണ്ടോ, ഇതിപ്പം ഒരു സ്റ്റെപ്പിൽ ഇതിപ്പോൾ ഓഫായി നിൽക്കുന്നു, നമ്മൾ കത്തിക്കുമ്പം ഒരു സ്റ്റെപ്പിൽ ഇത് ക്ലോസ് ആയി. അതായത് ഇങ്ങനെ വരുമ്പോൾ ഫുൾ ഫ്ലെയിമാണ്. പിന്നെ ഒരു ജസ്റ്റ് ഒന്നുകൂടെ തിരിച്ച് കഴിയുമ്പോൾ ഇത് കണ്ടോ, ഒരു സ്റ്റെപ്പ് കൂടെ വരുന്നുണ്ട്. കണ്ടോ, ഒരു സ്റ്റെപ്പ് കണ്ടോ, ഇവിടെ ഒരു സ്റ്റെപ്പ്,
ഇവിടെ ഒരു സ്റ്റെപ്പ്. അതായത് ഈ സ്റ്റെപ്പിലേക്ക് വരുമ്പം ഈ സെൻറ്റർ മാത്രം കത്തി നിൽക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പം ഈ സെൻറ്റർ പിന്നെയും സിമ്മാവും. അതായത് ചില ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ എന്നോട് പറയാറുള്ളത്, നിങ്ങൾക്ക് ഈ തോരനൊക്കെ വെക്കുമ്പോൾ വങ്ങി പോകുന്നു എന്നാൽ ഞങ്ങൾക്ക് ഏറ്റവും ചെറിയ തീ വേണം, പക്ഷെ തോരൻ വെക്കുമ്പോൾ ഒക്കെ വങ്ങി പോകുന്നു, വലിയ തീ ആകുമ്പം അതിന് സൊല്യൂഷനുള്ള അടുപ്പുണ്ടെന്ന്. ശരിക്കും അതിന് സൊല്യൂഷനുള്ള അടുപ്പാണ് ഈ അടുപ്പ്. എല്ലാ MFCയും അതായത് എല്ലാ മൾട്ടി ഫ്ലെയിം കൺട്രോൾ അടുപ്പുകളും ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. ഇതിനു മുമ്പ് ഞാൻ ബോഷിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ബോഷ് ഇതിൻ്റെയൊക്കെ അപ്പുറത്തൊരു സാധനം ഇറക്കിയിട്ടുണ്ട്. അതായത് സ്റ്റെപ്പായിട്ട് ഒരു 12 സ്റ്റെപ്പ് നമുക്ക് ഫ്ലെയിം കൺട്രോൾ ചെയ്യാവുന്നതാണ് ബോഷിൻ്റെ MFC എന്ന് പറയുന്നത്. പക്ഷേ ഇത് അത്രയില്ല, ഇതിനൊരു 3 സ്റ്റെപ്പിൻ്റെ കൺട്രോളാണ് ഇതിന് വരുന്നത്. പക്ഷേ അതും ബോഷിൻ്റെ സ്റ്റൗവായിട്ട് നോക്കുമ്പം ഒരു 40,000 രൂപയുടെ വ്യത്യാസം ഇതിനുണ്ടെന്നുള്ളത് വേറൊരു സത്യം. പക്ഷേ എങ്കിൽ പോലും ഇതിനും ആ ഒരു കൺട്രോൾ ഉണ്ടെന്നുള്ളതാണ്. അതായത് ആ ഒരു മൾട്ടി ഫ്ലെയിം കൺട്രോൾ ഇതിന് ആപ്റ്റ് ആകുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ആപ്റ്റാന്ന് പറഞ്ഞാൽ ഇതിൽ അത് ഫങ്ഷനാലിറ്റി ഉണ്ടെന്നുള്ളതാണ്. സാധാരണ മൾട്ടി ഫ്ലെയിം എന്നൊക്കെ കൊടുത്താലും 2 കൺട്രോളേ കാണുള്ളൂ. ഇതിന് 3 കൺട്രോൾ വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ബർണറിന് നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ കാണാവുന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിൻ്റെ ബെഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒടുക്കത്തെ വെയിറ്റ് ആട്ടോ. അതായത് തൂക്കി വിറ്റാൽ പൈസ കിട്ടും, അത്ര വെയിറ്റാണിത് കേട്ടോ. ഒടുക്കത്തെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിറ്റ്. പിന്നെ ഈ തിളച്ച് ചാടുമ്പോഴുള്ള പ്രശ്നം ഇത് കണ്ടോ, ഇതിൻ്റെ സെൻട്രൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു ഹോൾ ആയതുകൊണ്ട് തന്നെ അധികം തിളച്ച് ചാടും. നിങ്ങളൊരു സ്പിൽ പ്രൂഫിലേക്ക് പോകണമെന്നൊന്നുമില്ല. അധികം തിളച്ച് ചാടുന്ന പ്രശ്നം ഇതിനകത്തുനിന്ന് ഒഴിവാകും. അതാണ്. പിന്നെ അത്യാവശ്യം സീൽഡാണ് ഇതിൻ്റെ ഡിപ് ട്രേ ഒക്കെ അത്യാവശ്യം സീൽഡാണ്. ഡിപ് ട്രേയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ ഒന്നും കൂടെ അത് റിപ്പീറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് പൊടിയുണ്ടോ ഇവിടുത്തെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ആദ്യം ബർണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബർണർ അത്യാവശ്യം നല്ല ഹെവി ടൈപ്പ് ബർണറാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡാമേജ് ആകാനുള്ള എഫിഷ്യൻസി മറ്റുള്ള ബർണറുകളെ വെച്ച് നോക്കുമ്പം അതിൻ്റെ ഒരു പകുതിയെ ഇതിന് ഡാമേജ് ആകാനുള്ള ഇത് വരുന്നുള്ളൂ. അതായത് ഒരു 3 വർഷം കൊണ്ട് പോകുന്ന, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, അല്ലെങ്കിൽ ഒരു 6 വർഷം കൊണ്ട് ഒരു 3 വർഷം കൊണ്ട് ഒരു ബർണർ പോകുന്നുണ്ടെങ്കിൽ ഇത് ഒരു 5 വർഷം നിൽക്കും. അത്രയും ഹെവിയാണ് ബർണർ. പിന്നെ ഇതിൻ്റെ ടോപ്പിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇതിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടെന്നത്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടോ എന്നാ ഹെവി ടൈപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നോക്കി. അതായത് ഇതുപോലെ എല്ലാ സ്റ്റൗകളും ചെയ്തു വരുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകും ചില സമയത്ത്. കാരണം നമ്മൾ ഈ തെറി കേൾക്കുന്നത് ഒരു പകുതി വരെ ഒഴിവാക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതുപോലെ എല്ലാ ബർണറും വരുന്നുണ്ടെങ്കിൽ, എൻ്റെ രൂപം ശരിയാണെങ്കിൽ ഈ ബർണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു 6 വർഷം 6-7 വർഷത്തോളം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ലെങ്കിൽ മിനിമം ഒരു 5 വർഷമെങ്കിലും നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഇത് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് അത്രയും ഹെവിയാണ് ഇതിൻ്റെ ലിപ്പ് എന്ന് പറയുന്നത്. അത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഞാൻ വേറൊരു ലിപ്പ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് എലീക്കാടെ തന്നെ വേറൊരു ബർണറാണ്. അത്രയും തന്നെ ഇത് കണ്ടോ, ഇതിലും വലിയ ബർണറും ചെറിയ ബർണറും ഒക്കെ ഉണ്ട്. പക്ഷേ അത്രയും വലിയ ബർണർ തന്നെയാണ് ഇതിലും വരുന്നത്. ഇതിൻ്റെ ലിപ്പ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ട്. ഇത് വളരെ തിന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ബെൻഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ അത് വെച്ച് നോക്കുമ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ച ബർണർ, അതായത് ഇപ്പം ഞാൻ കാണിച്ചത് ഈ ബർണർ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലീഡ് ചെയ്യും. ഇച്ചിരി കൂടെ ഹെവിയാണ്. പക്ഷേ ഇതിലൊരു ഫോൾട്ട് കമ്പനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വെട്ട് എല്ലാവരും ചോദിക്കാറുണ്ട്, ചേട്ടാ ഈ ബർണർ പൊട്ടിയിരിക്കുക, നിങ്ങളത് കണ്ടില്ലേ എന്നൊക്കെ എന്നോട് വിളിച്ച് ചോദിക്കുകയും, അല്ലെങ്കിൽ ഞങ്ങളത് വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണ് ചേട്ടാ ബർണർ പൊട്ടിയിരിക്കുകയാണെന്നൊക്കെ പറയാറുണ്ട്. ആക്ച്വലി ഇത് ബർണർ പൊട്ടിയിരിക്കുന്നതല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് മൾട്ടി ഫ്ലെയിം കൺട്രോൾ എന്ന് പറയുന്ന എല്ലാ സ്റ്റൗകൾക്കും എല്ലാ ബർണറുകൾക്കും ഈ ഒരു സ്ലോട്ട് ഉണ്ടാവും. ഈ ഒരു സ്ലോട്ട് അടഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ മൾട്ടി ഫ്ലെയിം കൺട്രോൾ വർക്കാവില്ല. അതായത് നിങ്ങൾ ഇങ്ങനെ സിം ചെയ്യുമ്പോൾ ഇത് മാത്രം സിം ആവുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഫങ്ഷൻ ഉണ്ടല്ലോ, അത് വർക്കാകത്തില്ല. അതെന്നാന്നുള്ളത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്. ഇവിടെ എന്തിനാന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഗ്യാസ് ഇതുവഴി സ്പില്ല് ചെയ്ത് ഇവിടെ വരണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഓട്ടോമാറ്റിക് അടിച്ചിട്ട് ഇത് കത്തുള്ളൂ. ഇത് കത്തിയതിന് ശേഷമാണ് ഇതിലേക്ക് ബർണർ ഗ്യാസ് സ്പ്രെഡ് ആവുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെയും അതുപോലെ ഒരു വെട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വെട്ടിന് നേരെയാണ് ഈ വെട്ട് കിടക്കുന്നത്. അതെന്തിനാന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഗ്യാസ്, അതായത് ഇവിടെ നിറയുന്ന ഗ്യാസ് ഈ വെട്ടുവഴി കയറി ഇവിടെ വരും. അങ്ങനെ കയറി വരുമ്പോഴാണ് ഇവിടെ നിറയുന്ന ഗ്യാസും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ സ്പാർക്ക് ചെയ്യുമ്പോൾ കത്തുന്ന ഫ്ലെയിം ഇതിലേ ഇറങ്ങി ഇങ്ങനെ ഈ ബർണർ കത്തുള്ളൂ. ഇത് കത്താൻ കാണുന്നത് തന്നെ ഭയങ്കര ഒരു ഷോ ആണ്, കത്തുന്നത് കാണുന്നത് തന്നെ. അതായത്
ഇത് കത്തുമ്പോൾ ഒരു സ്ലോലി, അതായത് ഇതിൻ്റെ ഒരു ഭയങ്കര സ്ലോ മോഷൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇത് കത്തുന്ന സമയത്ത് ഇവിടുന്ന് സ്പാർക്ക് ആവുന്നു, ഇത് കത്തുന്നു, ഇവിടുന്ന് റൗണ്ട് ചെയ്ത് ഇത് ഇവിടെ വരുന്നു, ഇവിടുന്ന് റൗണ്ട് ചെയ്ത് ഫ്ലെയിം നമുക്കറിയാം ഇങ്ങനെ കത്തി ഇങ്ങനെ പോകുന്ന കാണാം. ഇങ്ങനെ കത്തി ഇവിടെ വരുന്നു, ഇവിടെ വരുന്നിട്ട് ഇവിടെ നിന്ന് കത്തിയിട്ട് ഇത് നേരെ ചാടി ഇപ്പുറത്ത് വീഴുന്നു, എന്നിട്ട് ഇവിടെ വരുന്നു, അതിങ്ങനെ കത്തി ഇങ്ങനെ 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 കത്തിയിട്ട് ഇവിടം വരെ വരും. അതായത് അതൊരു സ്ലോ മോഷൻ വീഡിയോ എടുത്താൽ ഭയങ്കര ഷോയാണ് അത് കത്തുന്ന കാണാം. അത് ഇവിടം വരെ വരും, എന്നിട്ട് ലാസ്റ്റ് ഈ ഒരു അകത്തെ സ്ലോട്ട് കത്തും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഭയങ്കര രസമാണ് ഇത് കത്തുന്ന കാണാനായിട്ട്. അതായത് ശരിക്കും ഒരു എന്താ പറയുന്ന ഒരു ടെക്നോളജി വൈസ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബർണറാണ് ഈ ഒരു ബർണർ. പക്ഷേ കിട്ടാൻ ഭയങ്കര പാടാണ്. ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ വിലയും കൂടുതലാണ് ബർണറിന്. വിലയൊന്നും ഞാൻ പറയുന്നില്ല, വെറുതെ തലകറങ്ങി താഴെ പോകണ്ട. ഞാൻ നേരത്തെ നോബിൻ്റെ കാര്യം പറഞ്ഞു വിട്ടു. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ടാർഗറ്റ് ചെയ്യുന്ന അതുപോലുള്ള കസ്റ്റമറെയാണ്. അല്ലാതെ ചുമ്മാ എന്താ പറയുന്നത് ഏറ്റവും വില കുറഞ്ഞൊരു സ്റ്റൗ മതി എന്ന് പറയുന്ന ഒരു കസ്റ്റമറോ അല്ലെങ്കിൽ ചേട്ടാ ഒരിക്കലും കംപ്ലൈൻറ്റ് വരരുത് എന്ന് പറയുന്ന ഒരു കസ്റ്റമറെയോ അല്ല ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് ടാർഗറ്റ് ചെയ്യുന്നത് എനിക്കൊരു പോഷ്, അതായത് ഒരു BMW കാർ എനിക്ക് വേണം, പക്ഷേ അതിൻ്റെ എക്സ്പെൻസ് എനിക്കൊരു വിഷയമല്ല എന്ന് പറയുന്ന പോലെ അടുക്കളയിൽ എനിക്കൊരു എലഗൻറ്റ് ലുക്കായിട്ടുള്ള സ്റ്റൗ വേണം, പക്ഷേ എനിക്ക് എക്സ്പെൻസ് ഒരു വിഷയമല്ല എന്ന് പറയുന്ന കസ്റ്റമർക്ക് ഒരു പ്ലസ് പോയിന്റ് ആണത്. കാരണം അങ്ങനെ പറയുന്ന കസ്റ്റമർക്ക് എക്സ്പെൻസ് കൂടുതലാണ്, ഓരോ സാധനങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ട് എക്സ്പെൻസ് കൂടുതൽ വരും. പക്ഷേ അത് വെച്ച് നോക്കുമ്പം ഇതിൻ്റെ കംപ്ലൈൻറ്റ് റേഷ്യോ ഭയങ്കര കുറവായിരിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. അതായത് നമ്മൾ ഇത്രയും പൈസ മുടക്കിയാലും നിങ്ങൾക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും, കംപ്ലൈൻറ്റ് റേഷ്യോ ഭയങ്കര കുറവായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഫോൾട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഈ ബർണർ ഡാമേജ് ആവുന്നത് എങ്ങനെയാണെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല. ബർണർ ഡാമേജ് ആവുന്നത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇങ്ങനത്തെ ഈ ഒരു സംഭവം, അതായത് ഈ ലിപ്പിന് സ്ട്രെങ്ത് കുറയുമ്പം ഇത് ബെൻഡായി പോയിട്ടാണ് ഈ ബർണറിന് ഡാമേജ് വരുന്നത്. പക്ഷേ അത് വെച്ച് നോക്കിയാൽ ഇതിന് ആ ഒരു തിക്നെസ് കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ഡാമേജിൻ്റെ ആ ഒരു ചാൻസസ് കുറവാണ് ഇതിന്. പക്ഷേ അതിന് പകരം കമ്പനി വേറൊരു മണ്ടൻ പരിപാടി കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊരു 2 ലെയറായിട്ട് ഈ സാധനം വന്നിരിക്കുന്നത് കണ്ടോ. ഇത് ഇവിടെ കനം ഉണ്ടെന്നുള്ളത് സത്യം, പക്ഷേ ഇതൊരു 2 ലെയറാണ് വന്നിരിക്കുന്നത്. ഈ 2 ലെയറിൽ ഒരു സംഭവം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. കണ്ടോ, ആ ലെയറിനുള്ളിൽ കുറച്ച് ഹോൾസ് കണ്ടോ, കുഞ്ഞു കുഞ്ഞു ഹോൾസ് ആ ലെയറിനുള്ളിലുണ്ട് കണ്ടോ. ആ ലെയറിനുള്ളിലുള്ള ഹോൾസ് നിങ്ങൾക്ക് ആ ഹോൾസ് വഴിയാണ് ഗ്യാസ് ഇതിൽ സ്പ്രെഡ് ചെയ്യുന്നത്. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കുറേ നാളാകുമ്പം പക്ഷേ ഈ ഒരു ഭാഗം മാത്രം സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നെങ്കിലേ ഉള്ളൂ. പക്ഷെ എന്നാലും അത് വളരെ കുറവാണ്. അങ്ങനെ കംപ്ലൈൻറ്റ് വരാനായിട്ട് വളരെ ചാൻസ് കുറവാണ്. പക്ഷേ അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ പിന്നെ ഒരു ഇതെന്നാന്ന് പറഞ്ഞാൽ ഇത്രയും കനം ഉണ്ടെന്നുള്ളതാണ്. ഇത് കണ്ടോ, ഇത്രയും കനം ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ വലിയ കുഴപ്പം വരത്തില്ല. പക്ഷേ ഈ ഡിസൈൻ ഇവർ ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്കൂടെ വരുന്ന ഗ്യാസ്, അതായത് ഇതൊരു ലൈൻ പോലെ ഇങ്ങനെ ചുറ്റിന്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ കത്തുമ്പോൾ ഭയങ്കര രസമാണ് ഇത് കാണാനെന്ന് പറഞ്ഞില്ലേ. എന്നെങ്കിലും ഞാൻ കത്തുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരാം. ഇപ്പം നിലവിൽ നമുക്കതിന് ഓപ്ഷൻ ഇല്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇത് ആകെ ഒരെണ്ണമുള്ളൂ. ഇത് നമുക്കിപ്പോൾ കത്തിച്ച് കാണിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇത് കത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഭയങ്കര ഡിസൈൻ, ഇതിൻ്റെ ഹോൾസിൻ്റെ അനുസരിച്ചാണ് ഇവിടെ നിന്ന് വരുന്ന ഫ്ലെയിമിൻ്റെ ഡിസൈൻ. അപ്പോൾ ആ ഡിസൈൻ കുറച്ചുകൂടെ എലഗൻറ്റ് ഡിസൈൻ ആക്കാനാണ് ഇവർ ഈ ഒരു സ്ലോട്ട് ഇവിടെ ഇട്ടിരിക്കുന്നത്, ഈ ഒരു വര ഇവിടെ ഇട്ടിരിക്കുന്നത്. പക്ഷേ ആ വര ഒരു പരിധി വരെ ഷോ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ലുക്കായിരിക്കും, കത്തുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമായിരിക്കും. പക്ഷേ ക്വാളിറ്റി വൈസ് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും ഈ ബർണറിൻ്റെ ഈ ഒരു ഭാഗം പോകുമോ എന്നുള്ളത് ഒരു സംശയാസ്പദമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എന്നാലും പോകുമെന്ന് പറഞ്ഞാലും ഈ പറയുന്ന പോലെ അത്ര വലിയൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. എന്നാലും ചാൻസസ് ഉണ്ട്, ഒരു 20% ചാൻസസ് ഉണ്ട്. പക്ഷേ അതൊരു ഡ്രോബാക്ക് ആയിട്ട് ഇത്ര അവർ നല്ലതായിട്ട് ചെയ്തപ്പം ഈ ഒരു സാധനവും കൂടെ അടിപൊളിയാക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. ഇത് കട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇത് ഇല്ലാതാക്കാനായിട്ടോ ഒന്നും നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല സത്യത്തിൽ. പക്ഷേ എങ്കിലും നമ്മൾ ഇവിടെ ഇത്രയും സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് നമുക്കൊരു ചാൻസസ് ഉണ്ട്, ഭംഗിയായിട്ട് തന്നെ ഇത് ഇരിക്കും, കംപ്ലൈൻറ്റ് വരില്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. കാരണം എന്നാന്ന് പറഞ്ഞാൽ ആ വെട്ട അകത്തോട്ട് കയറിയിട്ടില്ല. ആ വെട്ട അകത്തോട്ട് കയറാത്തിടത്തോളം കാലം കുറച്ച് സ്ട്രെങ്ത് ഇവിടെ കാണൂല. പിന്നെ ഈ ബേസിന് കനമുണ്ട്, ഈ ബേസ് നല്ലതായിട്ട് ഇവിടെ സൂട്ടായിട്ട് നിൽക്കുകയും ചെയ്യും. കനമുള്ളതുകൊണ്ട് ആ ഒരു ബേസിന് കനമുള്ളതുകൊണ്ട് അത്ര വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ പലപ്പോഴും വരുന്നൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതുപോലുള്ള മൾട്ടി ഫ്ലെയിം കൺട്രോളുള്ള സ്റ്റൗകൾക്ക് ഈ സെൻട്രലത്തെ ഇത് ടോപ്പ് ഈ ക്യാപ്പും സാധാരണഗതി കനം കുറവായിരിക്കും. ഞാൻ വേറൊരു ക്യാപ്പ് എടുത്ത് കാണിക്കാം. ഇതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ്
കണ്ടോ, ഇതിന് കനം കുറവാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഇതിന് കുറച്ചും കൂടെ കനം ഉള്ളൊരു ക്യാപ്പാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നം ഈ ക്യാപ്പ് പോയിട്ട് ഉണ്ടാകത്തില്ല. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതുണ്ട് ഏകദേശം ഇതിൻ്റെ എനിക്ക് എത്ര എടുക്കണമെന്ന് അറിയത്തില്ല. എന്നാലും നിങ്ങൾക്ക് സാധാരണ ഞാൻ മറ്റേത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി കനം ഇതിന് കാണുന്നുണ്ട്. പക്ഷേ അതിങ്ങനെ ഉള്ളിൽ പൊള്ളയായിട്ടൊന്നും ഉള്ളതല്ല. ഇത് ഇത്ര ഞാൻ ഈ പിടിച്ചിരിക്കുന്നതിൻ്റെ ഈ ഉൾഭാഗം ഇത്രയും തന്നെ കനമാണ്. ഇത്രയും തന്നെ കനം ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ദ്രവിച്ചു പോകുന്നൊരു ചാൻസസ് ഇവിടെയും 90% കുറവാണ്. അപ്പം ഇത് തന്നെയാണ് സെയിം നമുക്ക് അപ്പുറത്തും വരുന്നത്. രണ്ടും ഒരുപോലത്തെ ബർണറാണ്. അതുകൊണ്ട് പിന്നെ ഇതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ വരുന്നത് നമ്മുടെ ചെറിയ ബർണറാണ്. ഈ ചെറിയ ബർണർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ എലീക്കയിൽ, പിന്നെ അതുപോലെ തന്നെ വേൾപൂള്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കാഫ്, ഇതിലൊക്കെ വരുന്ന ബർണറാണ് അവർ ചെറിയ ബർണർ കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം ഹെവി ടൈപ്പ് ബർണറാണ്. നമ്മളിവിടെ 10 വർഷമൊക്കെ വാറണ്ടി കൊടുക്കുന്ന ബർണറാണ് ഈ ബർണർ. ഇത് പിന്നെ അധികം യൂസേജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഭയങ്കര ഒരു ക്വാളിറ്റി അവർ കീപ്പ് ചെയ്തിട്ടില്ല. എന്നാലും ഡിസൈനിൽ അടിപൊളിയാണ്. ഇത് പോയാൽ പെട്ടെന്ന് കിട്ടുന്ന ബർണറുമാണ്. പക്ഷേ ഇതാണ് കിട്ടാൻ പാട്. പക്ഷേ നമ്മളിവിടെ 10 വർഷം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന് വില കൂടുതലാണ്. 10 വർഷം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. നല്ല എക്സ്പെൻസീവ് ആണിത്. പിന്നെ ഈ ബർണർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, സെയിം സാധനം, ഒരു വ്യത്യാസമില്ല. ഇത് കാഫാണ്, കണ്ടോ, കാഫിൻ്റെ ഓൾട്ടോൺ എന്ന് പറയുന്ന സീരീസ് ഉണ്ടോ. ഇതേ സെയിം സാധനം തന്നെ ഞാൻ ഇനി വേറൊരു ഇത് കാണിച്ചു തരാം. തുറന്നല്ലോ സർവീസ് സെൻറ്റർ. നീ അപ്പുറത്തെ പുതിയ ഷോറൂമിലേക്ക് ഒന്ന് പോവാമോ? പോക്കോന്നോ, അപ്പുറം തുറന്നു കിടക്കുമോ? ഇത് കണ്ടോ, വേൾപൂള്. ഇത് കണ്ടോ, എങ്ങനെയുണ്ട്? ഇത് വേൾപൂള് കണ്ടോ. ചെറിയ ചെറിയ സ്ലോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് എക്സാക്ട് സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ഈ ബർണർ നിങ്ങൾക്ക് എക്സാക്ട് സെയിം ആണിത്. ഉണ്ടോ ഉണ്ടോ. ഇപ്പം ഞാനിത് ഊരി ഇത് വെക്കുക. ഉണ്ടോ, ഇതാണ് ഇതിൽ കിടന്ന് പറഞ്ഞത്. ഇതൊക്കെ അതിലും ഇടാം, ഇതിലും ഇടാം, തിരിച്ചും മറിച്ചൊക്കെ ഇടാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ആ ബർണറിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പാൻ സപ്പോർട്ടും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ സാധാരണ പോലെ ഇതിന് 2 ടൈപ്പ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇത് FFD ഉള്ള മോഡലല്ല, ഇത് FFD ഇല്ലാത്ത മോഡലാണ്. എന്നിട്ടാണ് ഇതിന് 55,000 രൂപ വില വരുന്നത്. അപ്പോൾ FFD ഉള്ള മോഡലിന് ഇനി ഒരു 10,000-8,000 രൂപ അല്ലെങ്കിൽ ഒരു 9,000 രൂപയുടെ ഡിഫറൻസ് ഇനിയും ഉണ്ടാവും. അപ്പം സ്റ്റൗവിനെ കുറിച്ച് എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇനി ഒന്നും തന്നെ പറയാനില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഓട്ടോ ഇഗ്നിഷൻ നോക്കിയത് നന്നായി. ഇതിൻ്റെ ഓട്ടോ ഇഗ്നിഷൻ വരുന്നത് ബാറ്ററി ഇഗ്നൈറ്റഡ് അല്ല. ഇതിൻ്റെ ഓട്ടോ ഇഗ്നിഷൻ വരുന്നത് ഇതാണ്, കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്.